ഞാനിവിടെ വന്നത് വാസ്തവം നിങ്ങളെല്ലാം പങ്കെടുക്കണം. ഞാൻ നിങ്ങൾക്ക് ദ്വാരക്കാരല്ല, നിങ്ങളെ ദ്വാര ഞാനും പങ്കെടുക്കണം. അതാണ് ആവശ്യം. നിങ്ങൾ മാത്രമല്ല, ഈ മജ്‌ലിസിൽ എത്ര ആളുണ്ടെന്നറിയോ? ഒരുപാട് മലായിക്കത്തുകളുണ്ട്, ചുറ്റി നടക്കുന്ന മലക്കുകളുണ്ട്. അവർ എവിടെയോ വല്ല ഇൽമിൻ്റെയോ ദിക്റിൻ്റെയോ മജ്‌ലിസ് കണ്ടാൽ ആ കണ്ട മലക്കുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയും, ഹരുമ്മു ഇലാ ഹാജത്തിക്കും, ഇങ്ങോട്ട് വരൂ, നിങ്ങളെ സംഗതി ഇവിടെയുണ്ട് എന്ന്. അങ്ങനെ ഒന്നാം ആകാശം മുട്ടുന്നവരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിലപ്പൊതിയും. അപ്പോൾ ഇത് ചെറിയ മജ്‌ലിസൊന്നുമല്ല. പിന്നെ സംശയം കിംശൊന്ന്, അത് ദുന്യാവൊരു സംശയം, ഇന്നല്ല അന്നും ഇന്നും ഖിയാമം വരെയുന്ന സംശയം ഉണ്ടാകാറില്ല. സംശയക്കാർ സംശയമായിട്ട് പോയിക്കോട്ടെ എന്നല്ലാതെ നമ്മളതിൻ്റെ പിന്നാലെ നോക്കണ്ട. അതുകൊണ്ട് അള്ളാഹു നമ്മളെ അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളാലാക്കി തരട്ടെ. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേക പുണ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈലത്തുൽ ഖദ്റാകുന്ന രാത്രിയിൽ അതൊക്കെ ഖുർആനിൽ തന്നെ അള്ളാഹ് പറഞ്ഞത് എത്രയോ നമ്മൾ കേട്ടതുമല്ലേ. പക്ഷെ ഇതിനെല്ലാം ഞങ്ങളിൽ നിന്നൊരു കാബിലിയത്ത് വേണം. നമുക്കത് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണോ? അപ്പം നമുക്ക് വല്ല കിബറോ ഉജ്ബോ വല്ലതും വന്നുപോയാൽ അതിനേക്കാൾ വലിയ അപകടം വേറൊന്നുമില്ല. തവാളു എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിൻ്റെ ബുദ്ധി എന്താ? ഞാൻ ആ തലാൻ്റെ അടുക്കുന്ന ഇരിക്കേണ്ട ആളാണ്, സ്റ്റേജിൽ ഇരിക്കേണ്ട ആളാണ്, സ്റ്റേജിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ട ആളാണ് ഞാൻ എന്നാ നിൻ്റെ ഉള്ളിൽ വിചാരം. അതാണ് കിബറ്. നേരെ മറിച്ച് അവിടെ ഇരുന്നിട്ട് നീ വിചാരിക്കുക, ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഈ മജ്‌ലിസിൻ്റെ ലാസ്റ്റിൽ ഇരിക്കേണ്ടവനാണ് ഞാൻ എന്ന് വിചാരിക്കലാണോ തവാളു. ഇബ്നുത്തായില്ലാഹി സിക്കന്ദരിയുടെ നമ്മളെ ഹിക്കം എന്ന ഗ്രന്ഥം ഞാൻ ദർശനമല്ലോ, അതിൽ മൂപ്പര് തവാളു ബിൽ ജുലൂസി ഫീ അഖീറിൽ ജലസ, അവിടെ അല്ല. പിന്നെ ഈ കണ്ടുകൊണ്ടിരുത്താ ഞാൻ ഇവിടെ ഇരിക്കണ്ടോ അല്ലാന്ന് വിചാരിക്കണം. അതൊക്കെ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാ വിധത്തിലും കാക്കട്ടെ, അങ്ങനത്തെ ഒന്നും വരാതെ കണ്ടിരിക്കട്ടെ. പിന്നെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലുമായാലും പറമ്പിലായാലും പുറത്തിലും ഏത് സ്ഥലത്തിലായാലും നമ്മളെ ഹൃദയത്തിലേക്കും ഉള്ളിലേക്കാണ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ഈമാൻ യഖീനും അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അങ്ങേറ്റത്തെ മഹബത്തും അതൊക്കെ നമുക്കുണ്ടായാൽ അത് തന്നെ മതി.